ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തന ദൗത്യം തുടരുകയാണ്. 70ഓളം ആളുകളെയാണ് കാണാതായത്. സൈന്യം, NDRF, SDRF, ITBP തുടങ്ങിയ സേനകൾ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നു. മേഖലയിൽ കാണാതായ 9 സൈനികർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് SDRFന്റെ ഒരു സംഘം ഋഷികേശിൽ കുടുങ്ങിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഉത്തരകാശിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. ഒപ്പം തന്നെ വിനീത VG ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഒരു നല്ല പ്രഭാതമല്ല. ഇന്നലെ വന്ന വാർത്തകളെല്ലാം അത്തരത്തിൽ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ബൽറാം നെടുങ്ങാടിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ബൽറാം നെടുങ്ങാടിയിലേക്ക് എത്തും. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം, അതിൻ്റെ നടുക്കത്തിലാണ് ഉത്തരാഖണ്ഡ് ഉള്ളത്. 70ഓളം പേരെ കാണാതായിട്ടുണ്ട്. സൈന്യത്തിൻ്റെയും NDRFന്റെയും SDRFന്റെയും ITBPയുടെയും ഒക്കെ നേതൃത്വത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ദുഷ്കരമായ രക്ഷാദൗത്യമാണത് അവിടെ തുടരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് നടക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചു പോകുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ അവിടെ രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. ബൽറാമിലേക്ക് എത്താം. അതിനു മുമ്പ് വിനീത VG കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാമിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം, എങ്ങനെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? ഇന്ന് രക്ഷാദൗത്യം ഏത് തരത്തിലായിരിക്കും ബൽറാം? റീജിത്ത്, രക്ഷാദൗത്യം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. 300ഓളം പ്രത്യേക ദുരന്ത നിവാരണ വിഭാഗത്തെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗങ്ങളും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഉത്തരാഖണ്ഡിലുള്ള ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദേശീയ നിവാരണ സേനാംഗങ്ങളെ ഇവിടേക്ക് നിയോഗിച്ചിരുന്നു. എന്നാൽ അവർക്ക് ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലുതും ചെറുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു. ദേശീയപാത 34 പലയിടത്തായി തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റി റോഡ് ഗതാഗത യോഗ്യ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇത്തരത്തിൽ വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യത്തെ തുടർന്ന് രക്ഷാപ്രവർത്തകർക്ക് പോലും പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സമാനമായി തന്നെ മറ്റ് പല വിഭാഗങ്ങളുടെയും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുകയാണ് ഉത്തരാഖണ്ഡിൽ ദേശീയപാത 34ലും മറ്റ് റോഡുകളിലുമായി. ഇത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നു. എങ്കിൽ പോലും പ്രദേശത്ത് ഇപ്പോഴും സൈന്യത്തിന്റെ ആദ്യ സംഘം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് 90ഓളം പേരെ കാണാതായതായാണ് റിപ്പോർട്ടുകൾ. അതിൽ 12ഓളം സൈനികരും ഉൾപ്പെടുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. 4 പേരുടെ മരണമാണ് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അപകടത്തിൽ. എന്നാൽ ഈ അപകടത്തിന്റെ വ്യാപ്തി അതിലും എത്രയോ വലുതാണ് എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അനൌദ്യോഗികമായി കണക്കെടുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെയും കൃത്യമായ ഒരു ചിത്രം പോലും ലഭിച്ചിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഇത്രത്തോളം വലിയ ഒരു അപകടം നടന്ന ഒരു പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കുക, പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രക്ഷാപ്രവർത്തനം അതാത് സമയം വിലയിരുത്തുന്നുണ്ട്. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തരാഖണ്ഡ് സർക്കാരിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംഘവും ഈ നിലവിലെ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത്. റിജിത്, സ്മിത. ഉത്തരകാശിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രക്ഷാദൗത്യം നടക്കുകയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തെരച്ചിൽ നടക്കുന്നു. 90ഓളം പേരെ ഇതുവരെ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന വിവരം. 4 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാണാതായവരിൽ സൈനികരും ഉൾപ്പെടുന്നുണ്ട്. വിനീത VG കൂടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, വിനീത?
ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 1:30 കൂടിയാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏത് തരത്തിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ തന്നെ ഉത്തരാഖണ്ഡ് എംപിമാർ പാർലമെന്റ് ഹൗസിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികളൊക്കെ തന്നെ താൻ വിലയിരുത്തുന്നുണ്ട് എന്നും ഏതൊരു അടിയന്തര സാഹചര്യത്തിലും കേന്ദ്രത്തിന്റെ എല്ലാവിധ സഹായവും ഉറപ്പു നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്നവർക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും എത്രയും വേഗം അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ അത് എത്രയും വേഗം ഊർജിതമാക്കണമെന്നും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ഉറപ്പു നൽകുമെന്നും പ്രധാനമന്ത്രിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം പ്രിയങ്ക ഗാന്ധി എന്നിവരും എക്സ്പോസ്റ്റിലൂടെ പ്രതികരിക്കുകയുണ്ടായി. എല്ലാ ആളുകളും, അതായത് അവരുടെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ തന്നെ BJPയും സമാനമായിട്ടുള്ള പ്രവർത്തകർക്ക് ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ആവശ്യമായിട്ടുള്ള സഹായം ഉറപ്പു നൽകണമെന്നാണ്. ഇങ്ങനെ അവിടെയുള്ള ഈ പ്രാദേശിക നേതാക്കൾ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, ഒപ്പം മറ്റ് ജില്ലാ ഭരണകൂടം എന്നിവയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 140ഓളം സൈനികരുടെയും പോലീസിന്റെയും NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘങ്ങൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം വിവിധ മേഖലകളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ടൂറിസത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം നിരവധി ടൂറിസ്റ്റുകളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇതിന്റെ ആദ്യ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 130ഓളം ആളുകളെ ഈ രക്ഷപ്പെടുത്തിയെന്നുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോഴും മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. കുത്തൊഴുകി വരുന്ന ജലം ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തെ മുഴുവനും ഇങ്ങനെ നീക്കിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 25ഓളം കെട്ടിടങ്ങളാണ് ഈ ഒഴുക്കിൽ പെട്ട് ഒഴുകിപ്പോയത്. ആ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി ഹോട്ടലുകൾ, ഹോം സ്റ്റേകളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 8ഓളം സൈനികരെയും ആ മേഖലയിൽ കാണാനില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്തൊരു സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രി പിന്നീട് മുഖ്യമന്ത്രിയുമായും സംസാരിച്ച അദ്ദേഹവും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രത്യേകമായിട്ടുള്ള അവലോകന യോഗം പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുണ്ട്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ കൂടി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അവിടെ പ്രധാനമായിട്ടുമുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതൊരു ഘട്ടത്തിലും അടിയന്തര സഹായം ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ഈ കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒപ്പം ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകുന്നതിനുമൊക്കെയായി 3 IPS ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചിരിക്കുകയാണ്. ഇവരുടെ കൂടി നേതൃത്വത്തിലാണ് ആ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ 4 ജില്ലകളിൽ കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം തന്നെ വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. എന്നിങ്ങനെ ഒരു മേഖലയിലുണ്ടായ ദുരന്തം അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് രാവിലെയും ഒരുപക്ഷെ പ്രത്യേക യോഗമൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സ്ഥിതിഗതികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുന്നുമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനിത, ഈ ഒരു ഗ്രാമം മുഴുവൻ, ധരാലിയ എന്ന ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി എന്നുള്ള വിവരമാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്ര കണക്കുകൾ ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും അതിലും ഒരു പക്ഷേ എത്രയോ കൂടുതലായിരിക്കും. കാരണം ഒരുപാട് വിനോദയാത്രക്കാർ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകരൊക്കെ തന്നെ സ്ഥിരമായി അവിടെ എത്തുന്നതാണ്. ഈ പ്രദേശം ഇത്തരത്തിലുള്ള അപകടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണെങ്കിലും ഇതിപ്പോൾ ഇന്നലെയുണ്ടായ ഇരട്ട മേഘവിസ്ഫോടനം അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. അതിൻ്റെ ഒരു ആഘാതം വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അത് ദുരിതാശ്വാസത്തോടൊപ്പം തന്നെ ഈ അപകടത്തിൽ പെട്ടവർക്കുള്ള സഹായങ്ങൾ അവരെ ഏത് രീതിയിലാണ് ചേർത്ത് പിടിക്കുക സർക്കാർ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ആ രീതിയിൽ എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമാകുന്നത്.
തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ആഘാതം അത് എത്രത്തോളം വേദന നൽകുന്നതാണെന്നൊക്കെ നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നേരിട്ട് കണ്ടതാണ്. ഈ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളവും ഇതാദ്യമായല്ല ആ മേഖലയിൽ ഇത്തരത്തിലേക്കുള്ള മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് പലതവണ സമാനമായിട്ടുള്ള ദുരന്തങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് സമാന രീതിയിൽ നേരിടേണ്ടി വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതാണെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിതിഗതികളൊക്കെ തന്നെ അവർ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒക്കെയായി ഏതൊരു സഹായവും ഉറപ്പ് നൽകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഉത്തരകാശിയിലെ ഈ മേഖല. ഈ ധരാലി എന്ന് പറയുന്ന ഒരു ഗ്രാമം അത് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഏതാണ്ട് 130ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് നമുക്കിപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നുമൊക്കെ ലഭ്യമാവുന്ന കണക്കുകൾ. 4 മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 8ഓളം സൈനികരെ ഈ മേഖലയിൽ കാണാനില്ല എന്നൊരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. പക്ഷേ അതേസമയം 140ഓളം ഈ സൈനികരുടെയും പോലീസിന്റെയും SDRFന്റെയും NDRFന്റെയും ഒക്കെ സംഘങ്ങൾ അവിടെ എത്തിയപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇതൊക്കെ പ്രാഥമിക കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും തെരച്ചിലും ഒക്കെ വളരെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം അതിന്റെ ഒരു വ്യാപ്തി ഉണ്ട് എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് ഒരുപക്ഷെ കണക്കുകളൊക്കെ അറിയാൻ കഴിയുക. ഏതാണെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ ഒരു ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ MP-മാർ പാർലമെന്റിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. താൻ പ്രത്യേകമായി സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ദുരിതാശ്വാസ ദുരന്തബാധിത മേഖലയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതുതന്നെയാണ് പരമപ്രധാനമായ ദൗത്യവും. കേന്ദ്ര സർക്കാരും അവിടുത്തെ മുഖ്യമന്ത്രിയും പുഷ്കർ സിംഗ് ധാമിയും അവിടെ ഇന്ന് എത്തും. അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ബൽറാം നെടുങ്ങാടിയും വിനിത വിജിയുമാണ് നമുക്ക് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.